വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടു പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിപ്പോൾ സേ പരീക്ഷ അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലസ് ടു പരീക്ഷയിൽ നിലവിൽ 1, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിഷയങ്ങളിലോ പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവസാനത്തെ അവസരം എന്ന രീതിയിൽ സേ പരീക്ഷ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളുടെയും സംശയമായിരിക്കും, ഇനി സേ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ വർഷത്തെ പല അഡ്മിഷൻ്റെയും അപേക്ഷ സമയം കഴിയും, പ്രത്യേകിച്ച് ഡിഗ്രി പോലുള്ള പല കോഴ്സുകളിലും അഡ്മിഷൻ അപേക്ഷ സമയം കഴിയും, അപ്പോൾ എനിക്ക് ഈ വർഷം പഠിക്കുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനുകൾ പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ ചെറിയ മാർക്ക് നേടി പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഒരു വിഷയത്തിലേക്ക് പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വലിയൊരു ടെൻഷനുമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മുമ്പിൽ സേ പരീക്ഷയ്ക്ക് ഇനി കൃത്യമായിട്ട്, അതായത് ഈ വരുന്നത് ജൂൺ 23 തൊട്ടാണ് സേ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള ഒരു മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ഒരു മാസം ഏത് വിഷയത്തിലാണ് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്, ആ വിഷയം കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തി നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ജൂൺ മാസം ലാസ്റ്റോടുകൂടി എല്ലാ പരീക്ഷയും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സേ പരീക്ഷയുടെ റിസൾട്ട് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും സേ പരീക്ഷ കഴിഞ്ഞ് സേ പരീക്ഷ വഴി പാസ്സാകുന്ന വിദ്യാർത്ഥികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അഡ്മിഷൻ പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി ഈ വർഷം എനിക്ക് പഠിക്കാൻ ഡിഗ്രി അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സിൽ പഠിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിരാശ ആർക്കും വേണ്ട. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സേ പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുകയുള്ളൂ. അതുകൊണ്ട് ആമുഖമായിട്ട് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് കൃത്യമായിട്ടുള്ള സമയം, പരാജയപ്പെട്ടു പോയതൊക്കെ ഇനി കഴിഞ്ഞു, ഇനി നിങ്ങൾ മുമ്പിലുള്ളത് എവിടെയാണ് പരാജയപ്പെട്ടത് അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ രീതിയിലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സേ പരീക്ഷ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതായത് നിലവിൽ എല്ലാ വിഷയങ്ങളിലും അത് D+ ഗ്രേഡ് കിട്ടിയാലാണ് മിനിമം പാസ്സാവുക. വിദ്യാർത്ഥികൾക്കറിയാം, D+ ഗ്രേഡ് കിട്ടാത്ത അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഗ്രേഡ് കിട്ടിയ എല്ലാ വിഷയങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിൽ A ഗ്രേഡ് ആയിപ്പോയി, അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി എഴുതുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സേ പരീക്ഷ എത്ര വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് 5 വിഷയമാണ്, 5 വിഷയം തോറ്റുണ്ടെങ്കിൽ ആ 5 വിഷയം സേ പരീക്ഷ എഴുതുക. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രമാണ് എഴുതുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അവസാനം വരെ വിദ്യാർത്ഥികൾ കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ബയോളജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ബോട്ടണി പരീക്ഷയും അതേപോലെ സുവോളജി പരീക്ഷയും എഴുതേണ്ടതാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതോടൊപ്പം തന്നെ 2025 മാർച്ചിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ്. ഇതിപ്പോൾ നിലവിൽ മാർച്ചിൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ജൂണിൽ നടക്കുന്ന സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാർച്ചിൽ പരീക്ഷ രജിസ്റ്റർ ചെയ്ത് എഴുതിയ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പറയുന്ന സേ പരീക്ഷ എഴുതുവാൻ സാധിക്കുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാർച്ചിൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലഭിച്ച സെയിം CE മാർക്കും അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾ തിയറി എക്സാം, അതായത് T എക്സാം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്തവർ, പ്രാക്ടിക്കൽ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ പ്രാക്ടിക്കൽ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ പരീക്ഷയും ഇപ്പോൾ എഴുതണം. അവിടെ പ്രാക്ടിക്കൽ പരീക്ഷ ഡേറ്റ് സംബന്ധമായ കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്, അതുകൂടി കാണുക. അല്ലാത്ത പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് സേ പരീക്ഷ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല, അവർ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്തവരുണ്ടെങ്കിൽ അവർ കൂടി നിർബന്ധമായിട്ട് എഴുതുക. ഇനി ഓൾറെഡി പ്രാക്ടിക്കൽ പരീക്ഷ ചെയ്തവർക്ക് സെയിം മാർക്ക് തന്നെ ഈ പറയുന്ന സേ പരീക്ഷയുടെ റിസൾട്ടോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സേ പരീക്ഷയിലെ പരീക്ഷാർത്ഥിക്ക് ഇതുവരെ ലഭിച്ച സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇക്കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? അപേക്ഷ കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. വിദ്യാർത്ഥികൾക്ക് നാളെ തന്നെ, അതായത് നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ സ്കൂളിൽ നേരിട്ട് നിങ്ങൾ പോവുക. നേരിട്ട് പോയിട്ട് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ നിങ്ങൾ പെന്നുകൊണ്ട് ഫില്ല് ചെയ്യുന്ന സിസ്റ്റമാണ്. നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ നെയിം ഉൾപ്പെടെ എല്ലാ കാര്യം വളരെ കൃത്യമായ രീതിയിൽ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ എഴുതി കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നാളെ
സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ വിദ്യാർത്ഥികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അവിടെ ഒട്ടിക്കണം. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നവർ മറന്നു പോരുത്. സ്കൂളിൽ പോകുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിച്ച് നിങ്ങൾ പ്രിൻസിപ്പൽ അടുക്കലാണ് നിങ്ങൾ അപേക്ഷാ ഫോം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ അപേക്ഷാ ഫീസ് കൂടി കൊടുക്കണം. എത്രയാണ് ഫീസിൻ്റെ കൂടി നമുക്ക് ലാസ്റ്റ് നോക്കാം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ എല്ലാ കാര്യവും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ പരീക്ഷ +2 പരീക്ഷ എഴുതിയ സ്കൂൾ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ നിങ്ങളെ ഇൻഫോം ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ ഹോൾ ടിക്കറ്റിലുള്ള എല്ലാ കാര്യവും നിങ്ങളുടെ പേര് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണോ ഒന്നുകൂടി നിങ്ങൾ ആ സമയത്ത് കൂടി പരിശോധിക്കണം. എന്തെങ്കിലും മാറ്റങ്ങൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ്. ഇനി അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 27/5/2025 ആണ്. പിന്നെ 23 ഇപ്പോൾ നാളെ മുതൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നാളെ 24-ാം തീയതി തന്നെ വിദ്യാർത്ഥികൾ നേരിട്ട് സ്കൂളിൽ പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 27/5/2025 ആണ്. ഇനി പരീക്ഷയുടെ ഫീസ് ഒരു വിഷയത്തിന് 150 രൂപയാണ്. സ്വാഭാവിക 2 വിഷയമാണെങ്കിൽ നിങ്ങൾ 300 രൂപയാണ് നിങ്ങൾ സ്കൂൾ കൊടുക്കേണ്ടത്. ഇനി പരീക്ഷാ ഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രായോഗിക പരീക്ഷ ഉള്ള, അതായത് പ്രാക്ടിക്കൽ ഉള്ള വിഷയം, ഉദാഹരണത്തിന് കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണ്. അത്തരത്തിൽ വിഷയത്തിൽ 175 രൂപയാണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുള്ളൂ. ആ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫീസ് 500 രൂപയാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് 40 രൂപ കൂടി കൊടുക്കണം. ഉദാഹരണത്തിന് 2 പരീക്ഷയാണെങ്കിൽ 300, അതേപോലെ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് 40 രൂപ. അപ്പോൾ ടോട്ടൽ 340 രൂപയാണ് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്ന ഡേറ്റ് ശ്രദ്ധിക്കുക. 4/6/2025, അതേപോലെ 5/6/2025 ഈ 2 ദിവസങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ദിവസത്തിൽ നിങ്ങൾ പോയിട്ട് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതണം. അപ്പോൾ എവിടെയാണ് സെൻറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിൻസിപ്പൽ സൈഡ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പരീക്ഷ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ സെൻറ്റർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടാവും. ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയുടെ കേന്ദ്രം, നിങ്ങൾ നിലവിൽ ഇപ്പോൾ പഠിക്കുന്ന, നിങ്ങൾ പരീക്ഷ എഴുതി സ്കൂളായിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് പരീക്ഷ സെൻറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഹോൾ ടിക്കറ്റിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ പരീക്ഷയുടെ ടൈം ടേബിൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 23 മുതലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പരീക്ഷ ഏതാണോ നിങ്ങൾ 23 മുതൽ 26 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതിന് ടൈം ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് അഡ്വാൻസ്ഡ് അറിയിച്ചിട്ടുണ്ട്. സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ 9:30 to 12:15 ആണ്. അതേപോലെ ഓരോന്നും കൃത്യമായിട്ട് ടൈം ഉൾപ്പെടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തന്നെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് PDF-ൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് ഫെയിലായി പോയിട്ടുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടാതെ കൃത്യമായിട്ടുള്ള ഈ ഒരു സമയപരിധിക്കുള്ളിൽ നന്നായിട്ട്, പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. ഒരു കാരണവശാലും ഈ ഉള്ള ദിവസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നിങ്ങൾക്ക് പാസ്സാകുവാനും, കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഉൾപ്പെടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മറ്റുള്ള വിദ്യാർത്ഥികൾ പോലെ അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പേഴ്സണലായിട്ട് അതിന് താഴെ കൊടുത്ത ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് +2 പരീക്ഷ, അത് +2 ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും, പ്രത്യേകിച്ച് +2 സംബന്ധമായിട്ടുള്ള പരീക്ഷ റിസൾട്ട്, അതേപോലെ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്, ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരി ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.